പ്രിയപ്പെട്ടവരെ, സഖ്യസാഹിതി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബാലകഥാ വായനയിൽ ABV കാവിൽപ്പാടിന്റെ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന പുസ്തകത്തിലെ ഈച്ചയും പൂച്ചയും എന്ന കഥയാണ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. മുതിർന്നവരെയും തങ്ങളുടെ ബാല്യകാലത്തിലേക്ക് കൊണ്ടുപോകുന്ന കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കാൻ മറക്കല്ലേ. ഈച്ചയും പൂച്ചയും. പണ്ടൊരിക്കൽ ഒരു ഈച്ചയും പൂച്ചയും കൂടി ഒരു കൊച്ചു കലത്തിൽ കഞ്ഞി വെച്ചു. എത്ര കഞ്ഞി വെച്ചെന്നോ? 200 കഞ്ഞി വെച്ചു. കഞ്ഞി പാകമാവാറായി. കഞ്ഞി കുടിക്കാൻ പ്ലാവില വേണം. ഈച്ചേ ഈച്ചേ, പ്ലാവില കൊണ്ടുവാ. പൂച്ചയുടെ വാക്കുകൾ കേട്ട ഉടൻ തന്നെ ഈച്ച പറന്ന് ഒരു കൊച്ചു കുന്നിനരികെ ചെന്നു. അവിടെ മേഞ്ഞു നടക്കുന്ന ഒരു പശുവിന്റെ പുറത്തു കയറിയിരുന്നേ ഈച്ച ചോദിച്ചു, കുന്നിൽ മേയും പയ്യേ പയ്യേ, എന്നുടെ പേരത് ചൊല്ലാമോ? ഈച്ചയുടെ ചോദ്യം കേട്ട പശു പറഞ്ഞു, എനിക്കറിയില്ല, എന്നെ മേയ്ക്കുന്ന പയ്യനോട് ചോദിക്കൂ. ഈച്ച പശുവിനെ മേയ്ക്കുന്ന പയ്യന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, കുന്നിൽ മേയും പയ്യേ പയ്യേ, പയ്യനെ മേയ്ക്കും പയ്യാ പയ്യ, എന്നുടെ പേരത് ചൊല്ലാമോ? എനിക്കറിയില്ല, എന്റെ കയ്യിലിരിക്കുന്ന വടിയോട് ചോദിക്കൂ. പയ്യന്റെ മറുപടി കേട്ട ഈച്ച വടിയോട് ചോദിച്ചു, കുന്നിൽ മേയും പയ്യേ പയ്യേ, പയ്യനെ മേയ്ക്കും പയ്യാ പയ്യ, പയ്യന്റെ വടിയേ വടിയേ, എന്നുടെ പേരത് ചൊല്ലാമോ? ഈച്ചയുടെ ചോദ്യം കേട്ട വടി ഈച്ചയുടെ നേരെ ഒരൊറ്റ ചാട്ടം. ഈച്ച പേടിച്ചൊരോട്ടം. പ്ലാവിലേക്ക് പോയ ഈച്ചയെ കാത്തിരുന്ന് മുഷിഞ്ഞ പൂച്ച കഞ്ഞി മുഴുവൻ കുടിച്ചു തീർത്തു. കലം കഴുകി വെടുപ്പാക്കി കമഴ്ത്തി വെച്ച് അവൻ കണ്ണുമടച്ച് കിടന്നു. പ്ലാവിലേക്ക് പോയ ഈച്ച തിരിച്ചു വന്നപ്പോഴോ കഞ്ഞിയുമില്ല, ചങ്ങാതിയുമില്ല. ഇതാണ് അതും ഇതും പറഞ്ഞ് തെണ്ടി നടന്നാലുള്ള ഫലം.